അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് നക്ഷത്രപ്പുളിയാണ്. സ്റ്റാർ ഫ്രൂട്ട്, നക്ഷത്രപ്പുളി, ആരംപുളി, ചതുരപ്പുളി എന്നെല്ലാം പറയട്ടെ അതിന്. അപ്പോൾ ഇതിനെ കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, അമ്മയാണ്. അമ്മ അതിൻ്റെ ആരെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ്, നല്ല സ്റ്റാർ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ട് മുന്നേ അച്ചാർ ഉണ്ടാക്കിനെ, വമ്പ ഫ്ലോപ്പായിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മ വന്ന സമയത്ത് ഞാൻ അമ്മേനോട് പറഞ്ഞു അച്ചാർ ഉണ്ടാക്കി തരാം. അമ്മ അച്ചാറിൽ നല്ല രസത്തിലുണ്ടാക്കും. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ചതച്ചെടുക്കുമെന്ന്. അപ്പോൾ അതെല്ലാം ചതച്ചെടുക്കുന്നത് വേറെ ആരുമല്ല, നമ്മൾ അൻവിക്കുട്ടിയാണ്. അപ്പോൾ ഓൾ അതിൻ്റെ ഇടക്കൂടെ അതിൻ്റെ ഇങ്ങനത്തെയുള്ള പരിപാടിയെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം വാരി തിന്നോന്ന് കേട്ടോ. പണ്ടെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളോ അല്ലെങ്കിൽ ചിരവിയ തേങ്ങയെല്ലാം വാരി തിന്നുമ്പോൾ അമ്മമ്മയെല്ലാം പറയും, അങ്ങനെ വാരി തിന്നല്ല, കല്യാണത്തിന് മഴ പെയ്യും എന്ന് പറയും. നിങ്ങളെല്ലാം അങ്ങനെ പറയലുണ്ടാ? അപ്പോൾ അതെല്ലാം എന്തെങ്ങാട്ട്. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം കേട്ടോ. അങ്ങനെ ഗ്യാസിലേക്ക് ഒരു പാത്രം വെച്ച് പാത്രം ചൂടായതിനു ശേഷം എണ്ണ ചൂടായി. അപ്പോൾ കടുക് ചൂടായി. കടുക് പൊട്ടി തീർന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് അതിൻ്റെ ഇടക്കൂടെ ഒരാൾ വന്നിട്ട് കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി അധികം പേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ, അതാണ് നല്ലത്. ഇതിപ്പോൾ ചിക്കനോ മീനൊന്നും അല്ലല്ലോ, അതിനെല്ലാം പേസ്റ്റ് ആക്കുക. ഇതിന് ചതച്ചെടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം നമ്മൾ അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുത്തത് മുളക് പൊടി ഇടുന്നത്. മുളക് പൊടി ഇട്ടതിന് ശേഷം അതും നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഈ ചതുരപ്പുളി നമുക്ക് കൊളസ്ട്രോളിനെല്ലാം ബെസ്റ്റാന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. അങ്ങനെ നല്ലതാണെങ്കിലും ഈ കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർക്കത് തിന്നാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ലേ. അതിന് ശേഷം നമ്മൾ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് അച്ചാർ പൊടി ചേർക്കുന്നില്ല കേട്ടോ, അച്ചാർ പൊടി ചേർക്കുന്നേ ഇല്ല. അമ്മ എല്ലാ അച്ചാർ ഉണ്ടാക്കുന്നത് അച്ചാർ പൊടി ചേർക്കാണ്ട് തന്നെ ഉണ്ടാക്കൽ. അതിൻ്റെ ഇടക്കൂടെ ഒരാൾ വന്നിട്ട് അത് എടുത്തെടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചതുരപ്പുളി നമ്മൾ ചേർക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ അകത്ത് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ അച്ചാറെല്ലാം തയ്യാറാവാനായിട്ട്. അങ്ങനെ സ്റ്റാർ ഫ്രൂട്ടെല്ലാം ഇട്ടതിന് ശേഷം നമ്മളത് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അത് ഒരു 3 മിനിറ്റോളം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇത് തുറന്നിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇടുക, എന്നിട്ട് അത് ഇളക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ച് അതൊന്ന് ഇളക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന് ശേഷം കായപ്പൊടി ലാസ്റ്റ് ഇതും കൂടി ഇട്ടതിന് ശേഷം അച്ചാർ സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു അച്ചാർ, സീരിയസ്ലി ഞാൻ ഉണ്ടാക്കിയ പോലെയൊന്നും അല്ല കേട്ടോ, അടിപൊളിയായിരുന്നു, സംഭവം സൂപ്പറാ. ഉണ്ണിക്കുട്ടി അച്ചാർ എങ്ങനെയുണ്ട്? നീ കൂട്ടീനോ? ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമെന്നേ, അച്ചാറെല്ലാം കൂട്ടി ചോറുണ്ടായിരിക്കുമെന്ന്. അടിപൊളിയായിരുന്നു കേട്ടോ അച്ചാർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 ദിവസം കൊണ്ട് അച്ചാർ തീരുകയും ചെയ്തേട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബായ്.